പൊരിക്കുക. അവളെ പേരെടുത്ത് വിളിക്കലെന്ന് പറഞ്ഞിട്ടില്ലേ? രാസൻ അങ്ങനെ വിളിക്കൂ. അല്ല നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഒരല്ലാണ് നിങ്ങൾക്കാണോ വേദന? ഇങ്ങടാ ഇത്തിരി കട്ടൻ ഇട്ടുതാ. എള്ളുണ്ടൊക്കെയാ കുറച്ച് കരിപ്പെട്ടി കൂടി കൊണ്ടുവിട്. അതാ അങ്കമ്മക്ക് ഇഷ്ടം. എടാ അവളുടെ ഇഷ്ടം എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓ പിന്നെ എന്നിട്ട് അങ്ങനെ എല്ലും തോലായിട്ട് ഇരിക്കണത്. കുറച്ച് വണ്ണമുള്ള അങ്കമ്മയാ രാസന് ഇഷ്ടം. ഏയ് തോന്നിയാസം പറഞ്ഞോണ്ടല്ലോ, നാട്ടുകാരിട്ട് എന്ത് വിചാരിക്കും? അവരെന്തെങ്കിലും വിചാരിക്കട്ടെ, എനിക്ക് അങ്കമ്മ ഇഷ്ടം. എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ചെവിയിൽ ഈയം കാച്ചു ഒഴിക്കണം. വരുമാനോട് ഇതൊക്കെയാണോ ചോദിക്കുന്നത്? എനിക്ക് അങ്കമ്മ വലിയ ഇഷ്ടം. ഇവനൊക്കെ വേണ്ടി പഞ്ചായത്ത് കൂടുക എന്ന് പറഞ്ഞ കഷ്ടം തന്നെയാണ്. വീട് വീടാന്തരം കയറി പിച്ചെടുക്കുന്ന തെണ്ടി പരീക്ഷയ്ക്ക് എന്റെ മോളെ തന്നെ വേണോ അല്ലേ? എവന്റെ മനസ്സിലിപ്പ് കണ്ടില്ലേ? ഞാൻ വിചാരിച്ചതാ ഇവന്റെ ഇപ്പോഴത്തെ കുളിയും പല്ലുതേപ്പും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയെന്തോ പണ്ടിയതുണ്ടെന്ന്. അയ്യോ കാര്യക്കാരെ, ഇങ്ങനെ ഇളിക്കാൻ വന്നിരിക്കണോ ഇവിടെ? ആദ്യം തെണ്ടി അവിടെ നിന്ന് നാട് കടത്ത്, നിങ്ങൾക്ക് പുണ്യം കിട്ടും. അപ്പച്ചി ഞാൻ ഒറ്റക്കൊന്നും പോവില്ല. എനിക്ക് അങ്കമ്മ കെട്ടിച്ചതാ, ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം. രണ്ടിനും എവരെല്ലെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇതെന്തോ നെയ്ക്കടത്ത് കാണിക്കുന്ന പ്രായത്തെങ്കിലും നോക്കട്ടെ. സത്യം ചെയ്തിട്ട് പോടാ. എന്താടാ ഭായി പഠിച്ചിരിക്കുന്ന? വേഗം സത്യം ചെയ്യടാ. ആ കർപ്പൂരം അങ്ങോട്ട്. സത്യം ചെയ്തു കഴിഞ്ഞു എണീറ്റ് പോടാ. എല്ലാവരും പഞ്ചായത്ത് കൂടാൻ വന്നിരിക്കുന്നു. പോത്തിനെ പോലെ വളർന്നില്ലേടാ നീ. എന്നോട് നിനക്ക് നാണോ മാനോ ഒന്നും ഇല്ലേ? എടാ നിന്നോടാ ചോദിച്ചത്. അവളുടെ തള്ള അത്രയും പറഞ്ഞിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ? പാട്ട തണ്ടി തുറക്കാതെ തള്ളേ. ഞാൻ അങ്കമ്മ സ്വപ്നം കാണാം. അങ്കമ്മയല്ലടാ നൊങ്കമ്മ. നിന്റെ അപ്പൂച്ചയെ പോലെ നടന്നിട്ട് എത്ര വലിയ കലമാണ് അവൾ ഒടച്ചത്. എണ്ണം കേട്ട മൂദേവി. കൂരിക്കളവി വെറുതെ കിടന്ന് ചെലച്ചുണ്ടല്ലോ. മര്യാദക്ക് അങ്കമ്മയെ കെട്ടിച്ചേരാനുള്ള വഴി നോക്ക്. ഞാൻ തന്നെ എന്റെ കല്യാണം തപ്പോട്ടി നാട്ടുകാരെ അറിയിക്കുന്ന പോലെ സ്വപ്നം കണ്ട്. അവന്റെ ഒരു സ്വപ്നം ഞാനും നിന്റെ കൂടെ തെണ്ടി നടന്ന് പിച്ച എടുക്കുന്നത് സ്വപ്നം കണ്ടടാ. പകതിരിവില്ലാത്ത നാറി. നാല് കാശുണ്ടാക്കാനുള്ള കെൽപ്പില്ല. എന്നിട്ട് അവന് പെണ്ണിന്റെ ചൂര് വേണം പോലും. ഭരിച്ചു പിടിച്ച അറുത്തുകളയും ഞാൻ. ഉറങ്ങുന്ന കുഴിയിലിട്ട് കത്തിക്കണോ? നീ കത്തിക്കേടാ. നിന്റെ തലക്കകത്ത് അവളുടെ പിശാച് കയറിയിരിക്കല്ലേ? ഒക്കെ എന്റെ തലയിലെടുത്ത് ഞാൻ എങ്ങനെയൊക്കെ വളർത്തിയെടുത്തതാടാ നിന്നെ. അമ്മയില്ലാത്തതിന്റെ കുറവ് ഞാൻ നിന്നെ അറിയിച്ചിട്ടുണ്ടോ? ഞാൻ പട്ടിണി കിടന്ന് നിന്നെ ഞാൻ നോക്കിയിട്ടില്ലേ? എന്നിട്ട് എന്നെ നീ കത്തിക്കുന്നല്ലേ?